പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സഹപാഠികൾ നൽകിയ വിശദീകരണ കുറിപ്പ് തന്നെ അവരുടെ പങ്ക് വ്യക്തമാക്കുന്നുണ്ട്. ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച നിർണായക സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു എ സജീവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. നവംബർ 15 രാത്രിയാണ് അമ്മുവിന്റെ മരണം. അതിനും ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച പിതാവ് സജീവ് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി നൽകിയിരുന്നു. അതിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള അമ്മുവിന് സഹപാഠികളായ 3 വിദ്യാർത്ഥികളിൽ നിന്നേറ്റ മാനസിക പീഡനം വിവരിക്കുന്നുണ്ട്. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ തർക്കം ആരംഭിക്കുന്നത്. ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നു. സഹപാഠികളിൽ ഒരാളുടെ ബുക്ക് അമ്മു എടുത്തു എന്നാരോപിച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും പോലീസ് കോടതിയിൽ വാദിച്ചു. അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയതും പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായി അമ്മുവിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ക്വിറ്റ് എന്നെഴുതിയ കുറിപ്പ് അമ്മുവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്നതിൽ നിർണായകമായത്. ഐ ക്വിറ്റ് എന്ന വാചകം ഉൾപ്പെടെ നോട്ട്ബുക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വലിയ തോതിൽ മാനസിക പ്രയാസങ്ങൾ സഹപാഠികളിൽ നിന്നുണ്ടായതാകാം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. സാമ്പത്തിക ആരോപണം, ലോഗ് ബുക്ക് കാണാതായ സംഭവം, അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയത് തുടങ്ങി പല പ്രശ്നങ്ങൾ സഹപാഠികൾക്ക് ഇടയിലുണ്ടായി. സംഭവത്തെ തുടർന്ന് ശാസ്ത്രീയ അന്വേഷണ സംഘം, വിരലടയാള വിദഗ്ധർ, പോലീസ്, ഫോട്ടോഗ്രാഫർ എന്നിവരുടെ സംഘം സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഹോസ്റ്റലിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് ശാസ്ത്രീയ പരിശോധനയ്ക്കെടുത്തു. അമ്മുവിന്റെ മുറിയിൽ നിന്നും നോട്ട്ബുക്ക്, മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തു. ബുക്കിൽ പോലീസ് പിടിയിലായ സഹപാഠികളുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങളും മറ്റും രേഖപ്പെടുത്തിയതായും പോലീസ് കണ്ടെത്തി. ഉപദ്രവം തുടർന്നാൽ നിയമ നടപടികൾക്ക് നിർബന്ധിതയാകുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐ ക്വിറ്റ് എന്ന ബുക്കിൽ അമ്മു കുറിച്ചതായും കണ്ടെത്തി. പ്രതികൾക്കെതിരെ അമ്മുവിന്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് അയച്ച പരാതിയും കോളേജ് അധികൃതർ സ്വീകരിച്ച നടപടികളുടെ രേഖകളും കണ്ടെടുത്തു. ആരോപണ വിധേയർക്ക് ലഭിച്ച മെമ്മോയും അവയ്ക്ക് അവർ നൽകിയ മറുപടികളും കോളേജ് അധികൃതർക്ക് അമ്മു ഒപ്പിട്ട് നൽകിയ മൊഴിയും പോലീസ് ശേഖരിച്ചിരുന്നു. മാനസിക പീഡനവും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അമ്മു അതിൽ പറയുന്നുണ്ട്. സഹപാഠികളുടെ മാനസിക പീഡനം മരണകാരണമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മൂവരെയും പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ആത്മഹത്യയ്ക്കുള്ള കാരണമാകും വിധം മാനസിക പീഡനം ഉണ്ടായി എന്നതിന് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ ഷിബുകുമാർ, SI-മാരായ ജിനു, ഷെമിമോൾ, ഷിബു, ASI-മാരായ രാജീവ്, രമേശൻ പിള്ള, ഹാഷിം അഷർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ചുട്ടിപ്പാറ SME കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണു മരിച്ചത്. കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതര പിഴവ് ആരോപിച്ചാണ് സംഭവത്തിൽ കുടുംബം രംഗത്ത് വന്നത്. സഹപാഠികളായ വിദ്യാർത്ഥിനികളും അമ്മു സജീവനുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ പരാതി നൽകിയിട്ടും ഇടപെടാനോ പരിഹരിക്കാനോ കോളേജ് അധികൃതർ ശ്രമിച്ചില്ല എന്ന് കുടുംബം കുറ്റപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.